പൊതുവെ മന്ത്രിമാര് മത്സരിക്കുമ്പോൾ അവിടെ എന്തായാലും പോരാട്ടം കടുക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആറന്മുളയിൽ വീണ ജോർജിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ വീണ ജോർജിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എബിൻ വർക്കി അവരിവിടെ കെട്ടിയിറക്കിയത്. അങ്ങനെ പോരാട്ടം നടക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ ആറന്മുളയിലോട്ട് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ആറന്മുളയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇമേജ് ഇടിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലൊരു മന്ത്രിയാണ്. അപ്പം ഈ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആരോഗ്യ മേഖലയിൽ വലിയ തട്ടുകേടില്ലാതെ പോയ വർഷങ്ങളാണ്. നമ്മൾ ഈ കണ്ട ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ, അതായത് പിണറായി വിജയൻ അധികാരത്തിൽ കയറി അതിനുശേഷമുള്ള ഒരു 10 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തട്ടുകേടോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആരോഗ്യ മേഖല മുൻപുണ്ടായിരുന്നത് VS ശിവകുമാറിന്റെ 2016 വരെയുള്ള ഒരു കാലം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായ ഒരു വലിയ സംഭവമുണ്ട്. അതായത് VS ശിവകുമാർ അവിടെ സന്ദർശനത്തിന് വരും. അവിടുത്തെ ഒരു വലിയ ഒരു കെടുകാര്യസ്ഥതയെക്കുറിച്ചും അവിടുത്തെ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ചും മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഈ മന്ത്രി ശിവകുമാർ അവിടേക്ക് ആശുപത്രി സന്ദർശനത്തിന് വരുന്നത്. അന്ന് ചെയ്തത്, ഒരു മന്ത്രിയുടെ സന്ദർശനം നടക്കുന്ന ആ സ്ഥലങ്ങൾ മാത്രം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മന്ത്രിയായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരിക്കും, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി നടത്തി. അതായത് കുറച്ച് കട്ടിലുകൾ നല്ലത് ഉണ്ടെന്ന് പെറുക്കിയിട്ടു, വൃത്തിയാക്കി, എന്നിട്ട് അവിടെ മാത്രം മന്ത്രി വന്ന് സന്ദർശിച്ചിട്ട് കുഴപ്പമില്ല, ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി അവിടെ നിന്ന് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ UDF നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതോടൊപ്പം സർക്കാർ ആശുപത്രിയിലേക്ക് ആ കാലത്ത് പോയിരുന്നവർക്ക് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല. ഇന്ന് വോട്ടവകാശം നേടിയിരിക്കുന്ന കുട്ടികൾക്ക് അന്ന് 8 വയസ്സ് മാത്രം പ്രായം. അപ്പോൾ ആ കാലത്ത് ആശുപത്രികളിലേക്ക് പോയിട്ടുള്ള 8, 7, 5, 6 ഒക്കെ ആയിരിക്കും അവരുടെ പ്രായം. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധ്യതയില്ല. പക്ഷെ അന്ന് ഈ സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു അസുഖത്തിനായി നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ മരുന്നുണ്ടാവില്ല. അവിടെ നിന്ന് കുറിച്ച് തരികയാണ് ചെയ്യുന്നത്, പുറത്തുനിന്ന് മേടിക്കണം. സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് കുറിക്കുന്ന മരുന്നിന് പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ നല്ല വില കൊടുക്കേണ്ടി വരും. ഈ വരുന്ന മരുന്നുകൾ പലപ്പോഴും ഈ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ബിനാമി വർക്ക് ചെയ്യുന്ന ആശുപത്രികളിലേക്ക് മാറ്റി എന്ന് പറയുന്ന ഒരു ആരോപണം അന്നും ഉണ്ടായിരുന്നു. ഇതേ മന്ത്രിക്ക് അന്ന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും അനധികൃത സ്വത്ത് സമ്പാദനവും എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് അന്നും കേസുണ്ടായിരുന്നു. നമുക്ക് ആ കാലമെല്ലാം നമ്മൾ കടന്ന് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇടതുപക്ഷ ഭരണത്തിലേക്ക് നമ്മൾ വീണ്ടും 2016 നമ്മൾ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായതൊരു സ്ഫോടനാത്മകമായ മാറ്റം എന്ന് തന്നെ പറയാം. വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ശരിക്കും പറഞ്ഞ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. 2016 വീണ ജോർജ് 7000 ചില്ലാന വോട്ടിനാണ് ആറന്മുളയിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. എന്നിട്ടും വീണ ജോർജ് അന്ന് പൊതുവെ എനിക്കൊന്ന് ശിവദാസൻ നായർ എന്ന മറ്റോ ആയിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥിയുടെ പേര്. അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ ജോർജ് ആറന്മുളയിൽ നിന്ന് എല്ലാ ഈ പറയുന്ന UDFന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ നിന്ന് തിരിച്ച് LDFിലേക്ക് ആ മണ്ഡലം വീണ ജോർജിലൂടെ തിരികെ എത്തുകയാണ് ചെയ്ത്. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക, 2021 നടന്ന തെരഞ്ഞെടുപ്പ്. അവിടെ 19,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് രണ്ടാമത് 21 ജയിക്കുന്നത്. അതിന്റെ അർത്ഥം ഒന്നാം ഘട്ടത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു MLA ആ ആറന്മുള മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ട് തന്നെയാണ് രണ്ടാം തവണ ഇത്രയും മൃഗീയമായ ഏകദേശം 10-12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ നാട്ടുകാർ ജയിപ്പിച്ചത്. 6%-ലധികമായിരുന്നു വീണ ജോർജിന് ലഭിച്ച ആറന്മുള മണ്ഡലത്തിൽ ലഭിച്ച വോട്ട്. എന്നാൽ വീണ ജോർജ് എന്ന് പറയുന്നത് പൊതുവെ പ്രായം കുറഞ്ഞ ഒരാള് ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ മാധ്യമങ്ങൾ അടക്കം വീണ ജോർജിനെ വല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇപ്പം അവർക്ക് ഈ പറയുന്ന കോൺഗ്രസിനാണെങ്കിലും BJPക്കാണെങ്കിലും വീണ ജോർജിന്റെ അവിടുത്തെ പ്രാധാന്യത്തെ പറ്റി അറിയാം. അത് പ്രാദേശികമായിട്ട് പോലും വീണ ജോർജിനുള്ള പ്രാധാന്യം അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും വീണ ജോർജിന്റെ ഈ ഒരു ഇമേജിനെ എങ്ങനെയും കോട്ടം തട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇവർ പ്രവർത്തിക്കുന്നത്. അതെ അതെ, ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വീണ ജോർജ് ഒരു സ്ത്രീ ആയിപ്പോയി. നമ്മൾ കോൺഗ്രസിന്റെ ഒരു സ്ത്രീ വിരുദ്ധ മനോഭാവം നമ്മൾ ഇതിനകത്ത് കൂടെ മനസ്സിലാക്കേണ്ടി വരും. നമുക്കറിയാം വീണ ജോർജ് മന്ത്രിയാവുന്നു. വീണ ജോർജിനെ പിന്നീട് വീണ ജോർജ് എന്ന് പറയുന്നതിനെ തുടക്കം മുതൽ തന്നെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ട് തറപറ്റിക്കാൻ ശ്രമിച്ചു. വീണ ജോർജിന്റെ PA ലക്ഷക്കണക്കിന് രൂപ, എനിക്ക് തോന്നുന്നു നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹോമിയോയുടെ ഡോക്ടർ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് അവരുടെ മരുമോളെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൈക്കൂലിയായി വീണ ജോർജ് വാങ്ങി എന്ന് പറയുന്ന വലിയൊരു വാർത്ത ഇവിടെ ഉണ്ടായി.
എന്നിട്ട് ഏറ്റവും അവസാനം ആ വാർത്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാർത്തകൾ ഇങ്ങനെ സഞ്ചരിച്ച് ആ വാർത്തയുടെ ഉറവിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ മലപ്പുറം തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം, മലപ്പുറംകാരനായ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജിനെ അറിയില്ല, ആരാ പണം വാങ്ങിയെന്നറിയില്ല, എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, എനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരാതി ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തി തന്നെ പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ആസൂത്രിതമായ നീക്കം വീണ ജോർജിനെതിരെ അന്ന് മുതൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. അതിനുശേഷം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഈ ആശുപത്രിയിൽ ഉണ്ടായ പിന്നെ ഹർഷീന ഉൾപ്പെടെയുള്ളവരുടെ കേസ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ ജോർജിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണോ ഹർഷീനയുടെ സർജറി നടക്കുന്നത്? ഇപ്പൊ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു, അത് വീണ ജോർജിന്റെ കാലത്താണോ? എന്നിട്ട് എന്തിനാണ് വീണ ജോർജിനെതിരെ കരിയോലയിക്കുക, വീണ ജോർജിനെ തടഞ്ഞു നിർത്തുക, കരിങ്കൊടി കാണിക്കുക? എന്തിനായിരുന്നു ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ? വീണ ജോർജിനെ തറ പറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രമം. ഒരു വനിതയായ ഒരാൾ, അതും തുലം പ്രായം കുറഞ്ഞ ഒരു വനിതയുടെ മന്ത്രിയെ ഇനി ഒരിക്കൽ പോലും നിയമസഭ കാണിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ദുർവാശി. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഇപ്പൊ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാളെ. അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവ് ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്. അബിൻ വർക്കി അവിടെ വന്ന സാഹചര്യം അല്ലെങ്കിൽ ആ സമയം മുതൽ തന്നെ അബിൻ വർക്കിക്കെതിരായി ശക്തമായ ഒരു പ്രാദേശിക വികാരം ആറന്മുള മണ്ഡലത്തിലുണ്ട്. അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്, ശക്തമായ ഒരു വികാരമുണ്ട്. ആ വികാരത്തെ മറികടക്കാൻ വേണ്ടി ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പം ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് ഇപ്പം സ്വാഭാവികമായിട്ട് ഇന്ന് മറ്റ് സോഷ്യൽ മീഡിയയും പ്രചരണത്തിനായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സമയം. ഈ സമയത്ത് അവരുടെ പോസ്റ്റുകൾക്കടിയിൽ വന്ന് അശ്ലീലം തന്നെ എഴുതി പിടിപ്പിക്കുക, അശ്ലീലം എന്ന് തന്നെ പറയാം, വർഗീയ പരാമർശങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പൊ വീണ ജോർജ് ഇടുന്ന ഒരു പോസ്റ്റിന്റെ അടിയിലേക്ക് ഇന്ന് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വല്ലാതെ വിരളി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അവിടുത്തെ ആറന്മുളയിലെ കോൺഗ്രസ് പാർട്ടി വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്നു. ഇനി അബിൻ വർക്കി, ആറന്മുളക്കാർക്ക് പ്രാദേശിക വികാരം പോലും അബിൻ വർക്കിക്കായിട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് അബിൻ വർക്കി അവിടെ വന്ന് നിൽക്കുന്നത്? അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൃത്യമായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിന്റെ പോട്ടെ ആറന്മുളയുടെ എങ്കിലും ഒരു വികസന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, അബിൻ വർക്കിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം നമുക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. വീണ ജോർജ് 5 വർഷം ഭരിച്ച ഒരു മന്ത്രിയാണെന്നേ, 5 വർഷം ഒരു വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയൊരു മന്ത്രിയാണ്. ഇവിടെ ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, 5 വർഷം കൃത്യമായി പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ വീണ ജോർജ് ആണ്. അബിൻ വർക്കിയോ? അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവ് ഗ്രൂപ്പുകളുടെ ഇരയായി മാറിയ ഒരു നേതാവാണ്. പിന്നെ അബിൻ വർക്കിയെ താങ്ങിക്കൊണ്ട് കിടന്ന രമേശ് ചെന്നിത്തലയാണ്. എന്നിട്ട് ഏറ്റവും രമേശ് ചെന്നിത്തല ആ പടം വളരെ കുറച്ചു പേര് ലിസ്റ്റ് മാത്രമേ രമേശ് ചെന്നിത്തല കൊടുത്ത് അവർ അംഗീകരിച്ചുള്ളൂ. അതിലൊരാൾ അബിൻ വർക്കി ആയിപ്പോയി. ഈ അബിൻ വർക്കിയെ കൊണ്ട് ഇപ്പൊ അവിടെ നിന്ന് വാഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഈ അബിൻ വർക്കി പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണമെന്നാണ് പറയുന്നത്. അബിൻ വർക്കി കണക്കുകൾ നിരത്തുന്നുണ്ടല്ലോ. ഈ കണക്കുകൾ വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അബിൻ വർക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വിവാദ വിഷയം. അല്ലാതെ വേറെ ഏത് വിഷയമാണ്? യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പിന്നെ വീണ ജോർജിനെതിരെ എനിക്ക് കണ്ണൂരാന്ന് തോന്നുന്നു, അവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ഒരു അക്രമം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സംഘടിതമായ ആസൂത്രിതമായ ഒരു നീക്കവും അക്രമവും ഈ പറയുന്ന വീണ ജോർജിനെതിരായി നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇതൊരു പൊതുവികാരം എന്നുള്ള തലത്തിലേക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതായത് ഇത് വീണ ജോർജിനെ പിന്നെ ഒറ്റതിരിഞ്ഞ് ഞങ്ങൾ ആക്രമിക്കുന്നതല്ല, വീണ ജോർജ് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് വരുന്നു. ഇത് ശരിയായ നടപടിയാണോ? ഇപ്പം ഒരു വനിതാ നേതാവ് അവിടെ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ അവരിടുന്ന പോസ്റ്റിന്റെ അടിയിൽ വന്ന് അശ്ലീലം പറയുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അത് ശരിയോ തെറ്റോ? ഒരു വനിതാ നേതാവാണ്, ഒരു മന്ത്രിയായിരുന്ന 5 വർഷക്കാലം. അവരെ വിമർശിക്കാം, അവരുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി വിമർശിക്കാം. മാത്രമല്ല 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ പാകപ്പിഴ കൊണ്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത് ഉയർത്തി കാണിക്കാം. രോഗികളുടെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, എവിടെയെങ്കിലും ഒരു ചികിത്സാ പിഴവ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട രീതിയിലൊന്നും കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാത്ത് ലാബ് സൗകര്യം നമ്മുടെ കേരളത്തിൽ വരുന്നു, ഡയാലിസിസ് സെന്ററുകൾ വരുന്നു. എത്ര മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഇപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം എന്താ? നമ്മുടെ ആരോഗ്യ മേഖലയെ തകർത്ത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ആരോഗ്യ മന്ത്രി വന്നതോടുകൂടി നമ്മുടെ പൊതു ആരോഗ്യ രംഗം തകർന്നടിഞ്ഞു. പകരം അപ്പൊ ഇങ്ങനെ ഒരു ഖ്യാതി കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്ന എവിടെയാണെന്നറിയോ? നമുക്കറിയാം അമേരിക്കയിൽ നടക്കമുള്ള നിരവധി കമ്പനികൾ ഇപ്പം തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ഏറ്റവും പ്രമുഖമായ ഏറ്റവും നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതാണ്.
അതായത് വിദേശ നിക്ഷേപം നമ്മുടെ സ്വകാര്യ ആശുപത്രികൾക്ക് ധാരാളമായി വരുന്നുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും ഒരു 3-4 കമ്പനികളുണ്ട്. ഈ കമ്പനികൾ മുടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ലാഭം കൊയ്യുക എന്ന് മാത്രമാണ്. അപ്പം അങ്ങനെ ലാഭം കൊയ്യണമെങ്കിൽ ഇവിടുത്തെ പൊതു ആരോഗ്യ രംഗം മോശമാണ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കേരളത്തിൽ വിറ്റഴിക്കണം. കേരളത്തിൽ വിറ്റഴിച്ചത് ചെലവാക്കി കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ കുറിച്ച് മോശമായ ഒരു സാധനം കൊടുത്തിട്ട് ഇവിടുത്തെ മന്ത്രി കൊള്ളില്ല, അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞൊരു പ്രചാരം കൊടുത്തുകൊണ്ട് ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് വളരാനും അതിലൂടെ ഈ ഇവിടേക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ കുത്തക ഭീമന്മാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ലാഭം ഉണ്ടാക്കി കൊടുക്കാനുമാണ് ഇപ്പൊ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ നമ്മൾ ഇതിന് ഭീകരമായി കണ്ട വേറൊരു വശം കൂടിയുണ്ട്. ഇനി ഇവർ നാളെ അധികാരത്തിൽ കയറുക എന്ന് തന്നെ വെച്ചോളൂ. അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നാളെ ഇതിനപ്പുറത്തായിരിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പൊതു ആരോഗ്യ രംഗം നമുക്ക് ഇന്ന് സാധാരണക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ്, ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എങ്ങനെയാണത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ പാർട്ട്ണറാണ്, ഇൻഷുറൻസ് പാർട്ട്ണർ ആരാണ്? ഇതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല. ഇത് നടപ്പിലായി കഴിയുമ്പോൾ ഇതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ്? സ്വകാര്യ മേഖലയ്ക്കാണ് ഗുണം കിട്ടുന്നത്. ഇപ്പൊ ഒരാൾ 25 ലക്ഷം രൂപയുടെ ചികിത്സ ഒരാൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടേണ്ടത് സ്വകാര്യ മേഖലയ്ക്കാണ്, സർക്കാരിനല്ല. സർക്കാർ അതേസമയം ഇവിടെ സൗജന്യ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് 800-ലധികം കോടി രൂപയുടെ സൗജന്യ ചികിത്സ ഇവിടെ കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പൊതു ആരോഗ്യ രംഗം തകർന്നടിഞ്ഞു എന്ന് പറയുക, അതിന് കാരണക്കാരി വീണ ജോർജ് ആണെന്ന് പറയുക, എന്നിട്ട് വീണ ജോർജിനെ കുറ്റം പറയുക, വീണ ജോർജിനെ അവിടെ പരാജയപ്പെടുത്തുക. എന്നിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് സ്വകാര്യ മേഖലയുടെ വളർച്ച, കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധ നിലപാട്, പിന്നെ ഈ പറയുന്ന അസഹിഷ്ണുത. ഒരു വനിതാ നേതാവ് ഉയർന്നു വരുമ്പോൾ ആ നേതാവിനെതിരായിട്ട് പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകൾ, ഇതാണ് ശരിക്കും കോൺഗ്രസിൽ നിന്ന് നമ്മൾ ആറന്മുള മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ശരിക്കും ജനത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് രണ്ടാം തവണ 17,000-ൽ പരം അല്ലെങ്കിൽ 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് വീണ ജോർജിനെ ആറന്മുളക്കാർ ജയിപ്പിച്ചത്. ഇത്തവണ നമുക്ക് വീണ ജോർജിനെ തന്നെ ഇത്തവണ കാര്യം അബിൻ വർക്കി കൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷെ മത്സരം നല്ല മത്സരമായിരിക്കും. പക്ഷെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവിനെ വിജയിപ്പിക്കുന്നത് കൊണ്ട് സത്യത്തിൽ ആറന്മുളക്കാർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം.